ഗൈസ്, പുഷ്പ 2 എന്ന് പറയുന്ന പടം നിങ്ങൾ കണ്ടോ? ഇത് ആൾക്കാർ ഞാൻ എന്തായാലും കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരും റിവ്യൂ ഒക്കെ കേട്ടിട്ടൊന്നും ഒരു വെർത്തായിട്ടുള്ള പടം തോന്നലില്ല. അത് നോർമലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു തെലുങ്ക് പടം എങ്ങനെയായിരിക്കും? ഫൈറ്റ് ഭയങ്കര കട്ട മാസിട്ട് എല്ലാം കുത്തി നിറച്ചിട്ട് അലമ്പാക്കി അതേമാതിരി ഷോക്കാക്കി. എന്നാലും നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്, അത് നമുക്ക് കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ പോകുന്നത്. രണ്ട് വലിയ താല്പര്യം ഉണ്ടായിട്ട് പോകണമെന്നില്ല. ഇപ്പൊ ആ വണ്ണെന്ന് പറയണ പുഷ്പ വണ്ണ് കണ്ടിട്ടുള്ളവർക്കറിയാം, എല്ലാം ഒരു മീഡിയ ലെവലായിരുന്നു. എന്നാലും ആ ഒരു എന്താ പറയുക, ലോറിയൊക്കെ എടുത്ത് ഇങ്ങനെ പറത്തിക്കൊണ്ടിരുന്നതൊക്കെ കുറച്ച് എക്സ്പ്ലോർ ആയിട്ടുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല. ഒരു മീഡിയ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ ഭയങ്കര മാസല്ല പ്രതീക്ഷിക്കുന്നത്. ആ കഥയുടെ ഒരു ഇതും അഭിനയം കുറച്ച് റിയാലിറ്റി വേണം. എന്നാലും ഈ തെലുങ്കന്മാരൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് റിയാലിറ്റിയുടെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ VS കാര്യങ്ങളൊക്കെ തൊടുമ്പത്തേനും പറന്നു പോകണം. മറ്റേ പ്രഭാസിന്റെ ലാസ്റ്റത്തെ യദുപുരുഷോ എന്തോ ഒരു പടം ഉണ്ടല്ലോ, അതേമാരത്തെ അലമ്പ് മാസമൊക്കെ പിടിച്ചാലേ ഹിറ്റ് ആവുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡാണ് അവരുടെ. പൈസ ഇഷ്ടം പോലെ ഉണ്ട്, എന്നാൽ അതൊരു നല്ല രീതിയിലൊരു യൂസ് ആക്കാൻ ഒരു ഇതറിയില്ല. നമ്മുടെ മലയാളത്തിൽ ഉരു എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 പയ്യന്മാർ നല്ല ഗ്യാങ്സ്റ്റർ ആയിട്ട് വരുന്നത്. അതെന്താ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കതൊരു ഇഷ്ടപ്പെടാത്ത. ആ പടത്തിന്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ജസ്റ്റ് കമന്റ് ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഈ പുഷ്പയുടെ ലിങ്കൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ മതി, ഞാൻ ഇടാം. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്നത്. എനിക്ക് പ്രത്യേകിച്ചൊരു താല്പര്യം തോന്നിയില്ല. ഞാൻ അതിൻ്റെ ടീസർ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചതാണ് ഇത് വണ്ണ് പ്രതീക്ഷിച്ചിട്ട്, വണ്ണ് കണ്ട എല്ലാവരും 2 കാണുന്നുള്ള പ്രതീക്ഷയിൽ അതെന്താ KGF അടിക്കാൻ വേണ്ടിയിട്ട് അവർ തോപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു കൊമേഴ്ഷ്യലായിട്ട് ഇറക്കിയുള്ള പടമാണ്. അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ 3ലേക്കൊന്നും നമുക്ക് നോക്കണ്ട, അത് ഫ്ലോപ്പായി. പടം ഫ്ലോപ്പാണ്, പുഷ്പ ഫ്ലോപ്പാണ്, ഇത് കൺഫേം ആണ്. അതായത് കേരളത്തിൻ്റെ ഒരു വ്യൂ ബേസ് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കഥ ഒരു ഇതുണ്ടെങ്കിൽ നോക്കിയാലാണ് അതൊരു ഇതാവുള്ളൂ. അല്ലാണ്ട് കുറേ അടി മാസം ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഇപ്പോൾ ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ ഞാൻ ഇട്ടുതരാം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെ ഡിസംബർ 5-ാം തീയതി ആയിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ലിങ്ക് വരുന്നതായിരിക്കും. ലിങ്ക് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ, തിയേറ്ററിൽ പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ചാനൽ കയറി നോക്കുക. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇടുന്നതായിരിക്കും ലിങ്ക്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.